അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, റമദാൻ അവസാനിക്കാറായി. റമദാൻ അവസാനിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ. ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ 30 നോമ്പ് നോറ്റ് അന്ന് രാത്രി നാട്ടിലെത്തി. നാട്ടിൽ മാസം കണ്ടിട്ടില്ലെങ്കിൽ പിറ്റേന്ന് അവിടെ നോമ്പായിരിക്കും. അപ്പോൾ ഇയാൾക്ക് 31 നോമ്പ് നോൽക്കേണ്ടി വരില്ലേ? അതോ നോൽക്കാതെ എല്ലാവരും നോമ്പ് നോൽക്കുമ്പോൾ അയാൾ മാത്രം നോമ്പ് നോൽക്കാതിരിക്കണോ? ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും 28 ദിവസം നോമ്പ് നോറ്റ ഒരാൾ രാത്രി മറ്റൊരു രാജ്യത്തേക്ക്, സൗദിയിലേക്കോ മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കോ പോയി, അവിടെ പെരുന്നാളാണ്, അവിടെ നേരത്തെ മാസം കണ്ടു, പെരുന്നാളായി. അപ്പോൾ ഇയാൾ 28 നോമ്പേ നോറ്റതുള്ളൂ. റമദാൻ എന്ന് പറഞ്ഞാൽ 29 ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അയാൾ അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാതെ നോമ്പ് നോൽക്കുക, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉലമാക്കൾ പറഞ്ഞ കാര്യത്തിൻ്റെ ചുരുക്കമാണ്. ആധുനികരായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ തന്നെ പഴയ കാല കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയ കാര്യമാണിത്. ഒരാൾ അയാളുടെ ഇബാദത്ത് അയാൾ ഏത് നാട്ടിലാണോ എത്തിയത് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ആണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ 30 നോമ്പ് നോറ്റ ഒരാൾ മറ്റൊരു രാജ്യത്തെത്തി അവിടെ നോമ്പാണെങ്കിൽ അയാൾ 31ാമത്തെ നോമ്പ് അയാൾ നോക്കണം. അതിന് വിരോധമില്ല. 31 ദിവസം ഇല്ലല്ലോ എന്നുള്ളത് ശരിയാണ്, പക്ഷേ അയാളുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അസ്സൗമു യൗമ തസൂമൂന വൽ ഫിത്രു യൗമ തഫ്തുറൂന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോമ്പ് നോൽക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ നോമ്പ് മുറിക്കുക, ഫിത്ർ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും നോമ്പ് മുറിക്കുന്ന സമയത്താണ് നോമ്പ് മുറിക്കേണ്ടത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് എവിടെയാണോ എത്തിയത് അവിടുത്തെ രീതി അനുസരിച്ച് ചെയ്യുക. 31 നോൽക്കേണ്ടി വന്നാൽ നോൽക്കുക. 28 നോറ്റ ശേഷം ഒരാൾ ഒരു രാജ്യത്തെത്തി, അയാൾക്ക് അവിടെ പെരുന്നാളാണെങ്കിൽ അയാൾ പെരുന്നാൾ കൂടുക. ശേഷം അയാൾ പിന്നീട് ഒരു നോമ്പ് ഖളാ വീട്ടണം. കാരണം 29 നോമ്പ് നോൽക്കണമല്ലോ ശരിക്കും പറഞ്ഞാൽ. മറ്റൊരു അഭിപ്രായവും പറയുന്നുണ്ട്, 31 നോൽക്കേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 31 നോമ്പ് ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നോമ്പ് നോൽക്കാതിരിക്കാം, പക്ഷെ അത് പരസ്യമാക്കരുത്, കാരണം ആ നാട്ടിൽ നോമ്പുള്ളത് കൊണ്ട്. ഇങ്ങനെയും അഭിപ്രായമുണ്ട്. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആളുകളും അതുപോലെ പല ഫിഖ് ഗ്രന്ഥങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം, ഒരു രാജ്യത്ത് നോമ്പ് നോറ്റു അന്ന് തന്നെ അയാൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോവുകയാണ്. അവിടെ സൂര്യാസ്തമയം വൈകിയാണെങ്കിൽ അയാൾ അവിടുത്തെ സമയം അനുസരിച്ചാണല്ലോ നോമ്പ് മുറിക്കുക. അതല്ല ഞാൻ തുടങ്ങിയത് ഇവിടെയാണ് അതിനനുസരിച്ച് മുറിക്കും എന്ന് പറഞ്ഞ് നോമ്പ് മുറിക്കൂല. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരാൾ നോമ്പ് നോറ്റ് രാവിലെ സൗദി അറേബ്യയിലേക്കോ മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കോ പോയാൽ, സൗദി അറേബ്യയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ നിന്ന് നോറ്റ സ്ഥിതിക്ക് ഇവിടെ ഇന്ത്യയിൽ ഒരു 6:45 അല്ലെങ്കിൽ 6:00 വിചാരിക്കുക. അപ്പോൾ സൗദി അറേബ്യയിൽ ഒരു 3:45 4 മണിക്കൊക്കെ ആയിരിക്കും നോമ്പ് തുറക്കേണ്ടി വരിക. അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ലല്ലോ. അയാൾ അവിടുത്തെ ജനങ്ങൾ എപ്പോഴാണ് നോമ്പ് തുറക്കുന്നത് അതുവരെ കാത്തു നിൽക്കും. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിലും ചെയ്യാനുള്ളത്. നാം എത്തിപ്പെട്ട രാജ്യത്ത് എന്താണോ നോമ്പാണെങ്കിൽ നോമ്പ്, പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ, അതുപോലെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു